വണക്കം. തരുൺ കുമാർ മർഡർ കേസ് അഥവാ ഉത്തം നഗർ ഹോളി മർഡർ കേസ്, ഇതാണ് നമ്മുടെ രാജ്യമെമ്പാടും അതിഭീകരമായിട്ടുള്ള കോളിളക്കം സൃഷ്ടിക്കുന്നതും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതും നമ്മുടെ രാജ്യത്തെ നാഷണൽ മീഡിയാസ് എല്ലാം കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ് ഈ ഉത്തം നഗർ തരുൺ കുമാർ ഹോളി മർഡർ കേസ് എന്ന് പറയുന്ന ഈ കേസ്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനൊരു സംഭവം രാജ്യത്ത് കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന് പോലും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മിണ്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ആസിഫയുടെ കേസ് നമുക്കറിയാം, അഖ്ലാഖിൻ്റെ കേസ് നമുക്കറിയാം. അങ്ങനെ എത്രയെത്ര കേസുകൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്തു എന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ടറിയാം. പക്ഷേ അപ്പോഴെല്ലാം അപ്പുറത്തെ സ്ഥാനത്ത്, അതായത് പ്രതിസ്ഥാനത്ത് ഹൈന്ദവരായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹിന്ദുക്കൾ എവിടെയെങ്കിലും ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു മാധ്യമ പടയാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. ഹിന്ദുക്കൾ തെറ്റ് ചെയ്യുന്ന ആ തെറ്റിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് രാജ്യം മുഴുവനും ഇതാ സംഘപരിവാർ ഫാസിസം കീഴടക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മാധ്യമ പടയാണ് നമുക്ക് കേരളത്തിൽ ഉള്ളത്. നമുക്കറിയാം, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഹോളി വരുമ്പോൾ അവിടെ ഒരു ഉത്തരവിട്ടു. എന്താണ് ആ ഉത്തരവ്? ഹോളി വരുമ്പോൾ അവിടെയുള്ള സകല പള്ളികളും, ചില സ്ഥലത്തുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് മുസഫർ നഗറിലുള്ള പള്ളികൾ എന്ത് ചെയ്യണം? കവറിട്ട് മൂടണം എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. അപ്പോൾ തന്നെ ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ആക്രോശവും നിലവിളിയും നെഞ്ചത്തടിയും തുടങ്ങും. ഫാസിസം വന്നു, മുസോളിനിസം വന്നു, നാർസിസം വന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പ്രധാനമായിട്ടും നെഞ്ചത്തടിയും നിലവിളിച്ചുകൊണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ചാൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നോക്കാം. ഈ 2014 ശേഷമാണ് ഹൈന്ദവരായിട്ടുള്ള ജനങ്ങൾ അവരെന്ത് ചെയ്തത്? കുറച്ച് ഫ്രീ ആയിട്ട് അവരുടെ ആഘോഷങ്ങളിൽ വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത് എന്നത് പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ്. കുംഭമേളയായിരുന്നാലും മറ്റേ കാൻവാർ യാത്രയായിരുന്നാലും അങ്ങനെ എന്ത് യാത്രയായിരുന്നാലും സ്വസ്ഥമായി അവർ അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത് 2014 ശേഷം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമാണ്. ഇല്ലെങ്കിൽ പല ഭാഗത്തും പല വർഗീയ സംഘർഷങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പള്ളിയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വന്നതിന് ശേഷം ഇങ്ങനൊരു നിയമം എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിയമം വരാനുള്ള കാരണം ഹോളി ആഘോഷത്തിനിടയിൽ ഈ പള്ളിയുടെ ചുവരുകളിൽ നിറം പറ്റാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിറം പറ്റുമ്പോൾ വലിയ രീതിയിലുള്ള വർഗീയ കലാപവും വലിയ വർഗീയ സംഘർഷങ്ങളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം നോക്കൂ, മുസ്ലിങ്ങളടക്കം അവിടെ ഹോളി ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതല്ലേ യഥാർത്ഥ മതേതരത്വം? ഇതല്ലേ യഥാർത്ഥ മതേതരത്വം എന്ന് പറയുന്നത്? പക്ഷേ സുഡാപ്പിക്ക് ഇതല്ല മതേതരത്വം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു വേട്ടാവളയനായിട്ടുള്ള ഒരു ഉസ്താദിൽ നിന്ന് പറയുന്ന കേട്ട്, ഈ രാജ്യത്തിൻ്റെ പകുതി പതിച്ച് തന്നാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്നും കടുകിണ മാറില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടു. ഒരു മുസ്ലിം സ്ത്രീ വന്ന് കേരളത്തിൽ ആറ്റുകാൽ പൊങ്കാല ഇട്ടതിൻ്റെ പേരിലാണ് ഈ പുകിലൊക്കെ ഉണ്ടായത്. ഉസ്താദ് വന്നിട്ട് ആ സ്ത്രീയെ അതിഭീകരമായിട്ട് വെള്ളപൂശുന്നുണ്ടായിരുന്നു. വെള്ളപൂശുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ആ സ്ത്രീയെ തെറി പറയുന്ന സുഡാപ്പികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വീട്ടിൽ അമ്മയില്ലേ, നിങ്ങൾക്ക് വീട്ടിൽ പെങ്ങളില്ലേ, അവരോട് പോയി പറയൂ. എന്തിനാണ് ഇവരുടെ പിറകെ നടക്കുന്നത്? ഇവരൊരു ആക്ടറാണ്, കണ്ടൻറ്റ് ക്രിയേറ്ററാണ്, ഇവർക്ക് വേണ്ടത് ലൈക്കാണ്, ഷെയറാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചു വളരെ ഭംഗിയായിട്ട് ഇതിനെ ഒരു മതേതരത്വത്തിൻ്റെ ആംഗിളിൽ പറയുകയായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. വിഷം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, കൊടും വിഷം തലയെ തൊപ്പി വെച്ച് ഇറങ്ങിയിരിക്കണം ആഴുക അലവലാതി. എന്ത് തന്നെയായിരുന്നാലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. അപ്പോൾ ഉത്തർപ്രദേശിലടക്കം ആ പള്ളി യോഗി ആദിത്യനാഥ് പറഞ്ഞു, നിങ്ങൾക്ക് ഹോളിയുടെ ആ ഒരു നിറം നിങ്ങളുടെ പള്ളിയിൽ പറ്റണ്ട, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ, അത് മൂടിയിടൂ. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനാണ് പരിപാടിയെങ്കിൽ നെഞ്ചത്ത് പൊന്നുമോനെ തുള വീഴും എന്നാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ പറഞ്ഞത്. കാൻവാർ യാത്രയായിരുന്നാലും അതുതന്നെയാണ് അവിടെയുള്ള വിഷയമെന്ന് പറയുന്നത്. കാൻവാർ യാത്രയിൽ ഈ ഹാർഡ് കോർ ഹിന്ദുക്കളുണ്ടല്ലോ, ഉത്തർപ്രദേശിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും 40% ആൾക്കാർ വെജിറ്റേറിയൻസ് ആണ്. അതറിയാമല്ലോ അല്ലേ? വെജിറ്റേറിയൻസ് ആണ് 40% ആൾക്കാർ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഈ കാൻവാർ യാത്രയിലൊക്കെ പങ്കെടുക്കുമ്പോൾ കഠിന വ്രതം എടുത്തിട്ടാണ് അവർ പോകുന്നത്. ഈ മുസ്ലിംസ് അടക്കമുള്ളവർ നോമ്പെടുത്ത് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നത് പോലെ, അല്ലെങ്കിൽ ഞാൻ ഹലാൽ ഭക്ഷണം മാത്രമേ കഴിക്കൂ അല്ലാത്ത ഞാൻ കഴിക്കേയില്ല എന്ന് പറയുന്നത് പോലെയുള്ള ആൾക്കാർ നമ്മുടെ മതത്തിൽ മാത്രമല്ലല്ലോ, ബാക്കിയുള്ള മതത്തിലും ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ കയറുന്ന ഹോട്ടലുകളിൽ എന്താണ് കൊടുക്കുന്ന ഭക്ഷണം
മാംസം കലർത്തിയ ഭക്ഷണമാണ്, അല്ലെങ്കിൽ മാംസം പൊരിച്ച എണ്ണയിലാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്നുള്ള ആരോപണം മാത്രമല്ല, ഇതുപോലെയുള്ള ഇൻസ്റ്റിങ്സ് അവിടെ നിന്ന് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞു കാൻവാർ യാത്രയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മാന്യത കാണിക്കണം എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. സംഭാലിൽ എന്താണ് സംഭവിച്ചതെന്നറിയാലോ, നമ്മുടെ രാജ്യം അതായത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയത് സംഭാലാണ്. ആ സംഭാൽ ഇപ്പം ക്ലീൻ ആക്കിയതുള്ളൂ യോഗി ആദിത്യനാഥ്. ക്ലീൻ ആക്കാനായിട്ട് അകത്ത് കയറി ചെന്നപ്പം അമ്പലമായിരുന്നു, വീട്ടിനകത്ത് അമ്പലക്കുളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ പൊളിച്ചെടുത്ത് ദൂരെ കളഞ്ഞു എന്നുള്ളതാണ്. പോരാത്തതിന് നമ്മുടെ അഖിലേഷ് യാദവിൻ്റെ ആ പാർട്ടിയിലൊരു MP ആ ഏരിയയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വൈദ്യുതി കുടിശ്ശിക മാത്രം 1 കോടി രൂപയാണ്. അതിനകത്ത് കറണ്ട് കട്ട് ചെയ്യാൻ പോലും ഒരു ഉദ്യോഗസ്ഥനകത്ത് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ അതിഭീകരമായിട്ടുള്ള അട്രോസിറ്റീസ് പല സ്ഥലത്തും നടക്കുന്ന സാഹചര്യമാണ് ഉത്തർപ്രദേശിലുണ്ടായിരുന്നത്. അതുകൊണ്ട് യോഗി ആദിത്യനാഥ് ശക്തമായിട്ട് നിയമം എടുത്തു. ഇത് ചെയ്യുന്നത് ആരാണ്? മുസ്ലിം മതമൗലികവാദികൾ. സാധാരണ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദളിതായിട്ടുള്ള മുസ്ലിംസ് അവിടെ ഇഷ്ടം പോലെയുണ്ട്. ഈ പഷ്തൂൺ മുസ്ലിംസ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള മുസ്ലിംസൊക്കെ എന്താണ്, ഈ യോഗി ആദിത്യനാഥ് വന്ന ശേഷം അവർക്കൊന്ന് ശ്വാസം വിടാൻ പറ്റി എന്നുള്ളത് മാത്രമല്ല, അവർക്കടക്കം ഹോളി ആഘോഷിക്കണമെന്നുണ്ട്, ദീപാവലി ആഘോഷിക്കണമെന്നുണ്ട്. ഒന്നിറങ്ങുമ്പം ഇപ്പുറത്ത് നിന്ന് മത നേതൃത്വം കണ്ണുരുട്ടും. അങ്ങനെ കണ്ണുരുട്ടുമ്പം ഇവർക്ക് ഇറങ്ങാൻ ഭയം. പക്ഷേ യോഗി വന്ന ശേഷം അവിടെ അതിഭീകരമായിട്ടുള്ള മാറ്റമാണ് വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇനി ഡൽഹിയിലോട്ട് വരാം. ഡൽഹിയിലെ ഉത്തം നഗറിൽ എന്താണ് സംഭവിച്ചത്? ഡൽഹിയിലെ ഉത്തം നഗറിലെ JJ കോളനിയിലാണ് ഈ വിഷയം നടക്കുന്നത്. JJ കോളനിയിൽ അവിടെ ഹോളി ആഘോഷം തകൃതിയായി നടക്കുകയായിരുന്നു. അങ്ങനെ ഹോളി ആഘോഷം തകൃതിയായി നടക്കുന്ന സാഹചര്യത്തിൽ തരുൺ കുമാർ എന്ന് പറയുന്ന ഈ യുവാവിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഹോളി ആഘോഷത്തിൽ ഹോളി വെള്ളം നിറച്ച ബലൂൺ എടുത്ത് തൻ്റെ സുഹൃത്തിന് നേരെ എറിയുമ്പോൾ ലക്ഷ്യസ്ഥാനം തെറ്റി അത് നടന്നു വരുന്ന ഒരു യുവതിയുടെ മേലെ പതിക്കുകയായിരുന്നു. അങ്ങനെ ആ യുവതിയുടെ മേലെ പതിച്ചപ്പോൾ ആ ഒരു ചെറിയ സംഭവം ഒരു വലിയ വിവാദമായി മാറുകയും അങ്ങനെ അത് പറഞ്ഞു തീർത്ത് ഈ 2 കുടുംബങ്ങൾ തമ്മിലുള്ള സംഘർഷമായി. അത് പറഞ്ഞു തീർത്ത് 2 കുടുംബങ്ങളെയും അവിടെ നിന്ന് പിരിച്ചുവിട്ട ശേഷം തരുൺ കുമാർ വീട്ടിലേക്ക് പോകുന്നത് വഴി മതമൗലികവാദികൾ വന്ന് തരുൺ കുമാറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്, അടിച്ചു കൊന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. തരുൺ കുമാർ ഒരു ദളിതനാണ്. ആ ദളിതനായിട്ടുള്ള വ്യക്തിയെ അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇത് രാജ്യമെമ്പാടും കോളിളക്കം സൃഷ്ടിക്കുന്ന അതിഭീകരമായിട്ടുള്ളൊരു കേസായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയണം. നമ്മുടെ മുഹമ്മദ് ദീപക്കിൻ്റെ കേസ് അറിയാമല്ലോ. മുഹമ്മദ് ദീപക്കിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബ എന്ന് പേരിട്ടിരിക്കുന്നതിൻ്റെ പേരിൽ ഒരു മുസ്ലിമിനെ ഹിന്ദുത്വവാദികൾ വന്ന് ആക്രമിച്ചുവെന്നും ആ മുസ്ലിമിനെ പ്രൊട്ടക്റ്റ് ചെയ്തത് ദീപക്കാണെന്നും നിൻ്റെ പേരെന്താ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുഹമ്മദ് ദീപക്കാണ് എന്ന് പറയുകയും ചെയ്ത ആ കേസ് കേരളത്തിൽ നല്ലപോലെ വെന്ത കേസാണ്. ഇവിടെ ആസിഫ വേവും, പക്ഷേ തരുൺ കുമാർ ഒരിക്കലും വേവില്ല. അപ്പോൾ അങ്ങനെ വെന്ത കേസാണ്. അവിടെ രാഹുൽ ഗാന്ധി പോയിരുന്നു, അവിടെ പ്രകാശ് രാജ് പോയിരുന്നു, അങ്ങനെ പല ആൾക്കാർ, പ്രിയങ്ക ഗാന്ധി അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. രാജ്യത്തെ പല വാണാലുകളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തം നഗറിൽ നടന്ന ഈ കേസിനെക്കുറിച്ച് കമാഷിമ എന്നൊരു അക്ഷരം മിണ്ടാൻ ഇവന്മാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഉത്തം നഗറിൽ നടന്ന ഈ കേസ് രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല. പ്രകാശ് രാജാണെങ്കിൽ പിന്നെ കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് നീയൊക്കെ രാജ്യത്ത് കോമഡി പീസുകളായി മാറുന്നത്. രാജ്യത്ത് കോമഡി പീസായി മാറുന്ന രാഹുൽ ഗാന്ധിയും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മാറുന്നത്. കാരണം ഡബിൾ സ്റ്റാൻഡേർഡ്, അതായത് പല തന്തയ്ക്ക് പറന്ന സ്വഭാവം എന്ന് നമ്മൾ പച്ച മലയാളത്തിൽ പറയും. ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ളത് കൊണ്ടാണ് മാറുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ പ്രേം ശൈലേഷ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്രതീക്ഷിതമായി മറ്റൊരാളുടെ കൈകളിൽ നിന്ന് നിങ്ങളുടെ ദേഹത്ത് ഒരല്പം വെള്ളം വീണാൽ, അഴുക്ക് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതൊരു 7 വയസ്സുകാരി കുട്ടിയാണെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യർ അത് ക്ഷമിക്കും. പക്ഷേ ഡൽഹിയിലെ ഉത്തം നഗറിൽ അങ്ങനെ ഒരു കൊച്ചുകുട്ടിയുടെ കൈകളിൽ നിന്ന് അപ്രതീക്ഷിതമായി അന്യമത വിഭാഗത്തിലുള്ള ഒരു സ്ത്രീയുടെ നേർക്ക് ഹോളി ആഘോഷത്തിനിടെ അബദ്ധത്തിൽ നിറങ്ങൾ നിറച്ച വെള്ളം വീഴുകയായിരുന്നു. ആ സ്ത്രീ പ്രശ്നമുണ്ടാക്കുകയും പെൺകുട്ടിയുടെ വീട്ടുകാർ ക്ഷമ ചോദിക്കുകയും ചെയ്തതാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആ ഹിന്ദു കുടുംബം കാണുന്നത് 30 പേരടങ്ങുന്ന ആൾക്കൂട്ടത്തെയാണ്. എന്തിനായിരിക്കും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൈകളിൽ നിന്നും സംഭവിച്ച അബദ്ധത്തിൻ്റെ പേരിൽ ആൾക്കൂട്ടത്താൽ ഹിന്ദു കുടുംബം ആക്രമിക്കപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ 26-കാരനായിട്ടുള്ള തരുൺ കുമാർ ആ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ശ്വാസം നിലച്ച് എന്ന് ഉറപ്പായിട്ട് പോലും ചലനമറ്റ അവൻ്റെ ശരീരത്തെ അവർ വെറുതെ വിട്ടില്ല എന്നാണ് പലയിടത്തു നിന്നും മനസ്സിലാകുന്നത്. ഉമറുദ്ദീൻ, കമറുദ്ദീൻ, ജുമാദ്ദീൻ,
മുഷ്താഖ്, മുസഫർ, താഹിർ എന്നിവരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞെട്ടേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 18 തികയാത്ത ഒരുത്തൻ കൂടെയുണ്ട് എന്നതാണ്. മതം പ്രായഭേദമന്യേ എങ്ങനെ ലഹരിയാകുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം. പ്രായപൂർത്തിയാകാത്ത ഒരുവനെ പോലും മതം എങ്ങനെ മാറ്റുന്നു എന്നത്. തരുൺ കുമാർ ഹിന്ദുവാണ്, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഹിന്ദു. ആൾക്കൂട്ട വിചാരണയുടെ കൈകളിൽ പൊലിഞ്ഞ ജീവൻ. അവൻ്റെ മരണത്തിൽ ചോദിക്കാൻ, ആ കുടുംബത്തിന് ആശ്വാസമേകാൻ അവരുടെ സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന ഒരു ഭീം ആർമി വന്നിട്ടില്ല. ഒരു കോൺഗ്രസ്സുകാരും വന്നിട്ടില്ല. മതേതരത്വം പറഞ്ഞ് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്ന ഒരുത്തനും വന്നിട്ടില്ല. തരുണിനും അവൻ്റെ കുടുംബത്തിനും വേണ്ടി തെരുവിലിറങ്ങിയത് വർഗീയവാദികളെന്ന് മുദ്ര കുത്തപ്പെട്ട ബജ്രംഗ് ദളാണ്. അവനെ ആക്രമിച്ചവരുടെ വീട് ഉപരോധിച്ചതും പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് നടപടികൾക്ക് വേഗത കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടതും ആ ഹിന്ദു വർഗീയവാദികളാണ്. മതേതരത്വം പറയുന്നവർ വീട്ടിൽ നിന്ന് ചാനലിൽ ഈ വാർത്തകൾ കാണുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തിന്ന് ജീവിക്കുന്ന ഇവറ്റകളെ കണി കാണാൻ കഴിയില്ല. തരുണിൻ്റെ ബന്ധു മാൻ സിംഗ് മാധ്യമങ്ങൾക്ക് മുന്നിൽ, പോലീസിൻ്റെ മുന്നിലും കരഞ്ഞു പറഞ്ഞത് ഒന്നേ ഉള്ളൂ: യോഗിജിയുടെ ബുൾഡോസർ രാജ് വേണം. അനധികൃതമായി നിൽക്കുന്ന ആ വീട് തകർക്കണം. ആ വീട് തകർത്തിട്ടുണ്ട്. ആ വീട് തകർത്തപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത ഡൽഹിയിലും ബുൾഡോസർ രാജ് ഓടി വരണേ എന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത. അപ്പം നിങ്ങൾ ആലോചിക്കണം, നമ്മളൊക്കെ ഏത് കാലത്താണ്, ഏത് സമയത്താണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ പ്രധാനമായും ചിന്തിക്കണം. തരുണിൻ്റെ ആക്രമണത്തിന് കാരണക്കാരായവരുടെ വീടുകൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ബുൾഡോസർ രാജ് വഴി ഇടിച്ച് നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ അച്ഛൻ്റെ കണ്ണീരിനോടൊപ്പം ബജ്രംഗ് ദളിൻ്റെ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. നിങ്ങൾ വർഗീയവാദികളെന്ന് വിളിക്കുന്ന ബജ്രംഗ് ദളിൻ്റെ. ഇപ്പോഴും രാജ്യത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. അവരെല്ലാം ഇറാന് വേണ്ടി മോദിയെ ചീത്ത വിളിക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ഈ അച്ഛൻ്റെ കൈകൾ കൂപ്പിയുള്ള കണ്ണുനീരിൽ ഏറ്റവും കുറഞ്ഞത് ഡൽഹിയിലുള്ള ഹിന്ദു വിരുദ്ധമായ പുഴുങ്ങിയ മതേതരമെങ്കിലും ഹിന്ദുക്കളുടെ നെഞ്ചത്ത് എരിഞ്ഞൊടുങ്ങിക്കാണും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത് ഒരു വലിയ കൂട്ടക്കൊലയാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഉത്തരേന്ത്യയിലോ വേറെ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ, ആ ആക്രമിക്കുന്നവൻ ഒരു ഹിന്ദുവാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു കാര്യം പറയാം. ഇവിടെയുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എല്ലാം അങ്ങ് ഉത്തരേന്ത്യയിൽ ബജ്രംഗ് ദളിൻ്റെയും മറ്റവന്മാരുടെയും മറിച്ചവന്മാരുടെയും ഹിന്ദുത്വ ആക്രമണം എന്നൊക്കെ പറഞ്ഞ് ആണ്ടിലും ആവണയിലും ഓരോ കണ്ടൻറ്റുമായിട്ട് വരുന്നുണ്ട്. അവിടെ ദളിതനെ അടിച്ചു, ഇവിടെ പശു ഇറച്ചി കഴിച്ചതിൻ്റെ പേരിൽ ദളിതനെ കൊന്നു, ഇവിടെ മുസ്ലിമിനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ കൊണ്ടുവരാനിരുന്നാൽ ഡെയിലി 10-20 വീഡിയോകൾ ഇടേണ്ടി വരും. 10-20 വീഡിയോകൾ ഇവന്മാരുടെ അട്രോസിറ്റീസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ശരി.